എണ്ണപ്പാടം ആക്രമിച്ച ഇസ്രയേൽ. കങ്കൺ തുറമുഖത്തെ റിഫൈനറിയിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം. ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡുകളിൽ ഒന്നാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം നാളെ മസ്കറ്റിൽ നടക്കാനിരുന്ന US ഇറാൻ ആണവ ചർച്ച റദ്ദാക്കി. വിവരങ്ങളുമായി മനു അഖില ചേരുന്നുണ്ട്. മനു, തൊട്ടു മുൻപാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ എല്ലായിടങ്ങളിലും ഇറാന്റെ എല്ലായിടങ്ങളിലും ആക്രമണം നടത്തുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായ തന്ത്രപ്രധാനമായ മേഖലയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഖില, ഇറാനിലെ എല്ലാ സ്ഥലങ്ങളും ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണം നടന്നതായി വാർത്തകൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിലെ എണ്ണപ്പാടം ആക്രമിച്ചതായാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ കങ്കൺ തുറമുഖത്തെ റിഫൈനറിയിലാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബുഷർ പ്രവിശ്യയിലെ പാസ് റിഫൈനറിയാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡുകളിൽ ഒന്നാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 700 മില്യൺ ക്യൂബിക് മീറ്റർ പ്രതിദിന ഉൽപാദനമുള്ള ഗ്യാസ് ഫീൽഡാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാന്റെ ആഭ്യന്തര ഉപഭോഗത്തിലും പെട്രോ കെമിക്കൽ വ്യവസായത്തിലും ഈ വാതക കയറ്റുമതിയിലും ഉൾപ്പെടെ ഈ റിഫൈനറി നിർണായകമാണ്. ഇവിടേക്ക് ഒരു ഡ്രോൺ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്നിപ്പോൾ ഇറാൻ എണ്ണ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ 3 F-35 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയെന്ന ഇറാന്റെ വാദം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട്. ഇതേസമയം നാളെ ഒമാനിൽ നടക്കേണ്ടിയിരുന്ന ചർച്ച, US ഇറാനുമായി നടക്കാനിരുന്ന അടുത്ത ഘട്ട ആണവ ചർച്ച റദ്ദാക്കിയെന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽബുസൈദിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആണവ ചർച്ചകൾക്ക് സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ചർച്ചകളിൽ നിന്നും ഇറാൻ പൂർണ്ണമായും പിന്മാറി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ US ഒരു ആണവ ചർച്ച അർദ്ധശൂന്യമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നത്. അതേസമയം നയതന്ത്രവും സംഭാഷണവും മാത്രമാണ് ഈ സംഘർഷത്തിൽ നിന്നും ശാശ്വതമായ ഒരു സമാധാനത്തിലേക്കുള്ള ഏക മാർഗമെന്നും ബദർ അൽബുസൈദി എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ടെഹ്റാന് മുകളിലൂടെ യുദ്ധവിമാനങ്ങൾ പറന്നു വരുമെന്നും നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. ഇസ്രായേൽ പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ, അതേസമയം ഇസ്രായേൽ ഈ പ്രകോപനം തുടർന്നാൽ കൂടുതൽ കടുത്ത പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെസ്കിയാനും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ ഇക്കാര്യം പറഞ്ഞതെന്നാണ് ഈ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം തുടരുകയാണെങ്കിൽ ടെഹ്റാൻ ഉൾപ്പെടെ നിന്ന് കത്തുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കരുതെന്ന് ലോകരാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളെ തടയാൻ ശ്രമിക്കരുതെന്ന് US-നും ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെ സഹായിച്ചാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് US, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം ഒരു വശത്ത് മധ്യസ്ഥ ശ്രമത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. സൗദി കിരീടാവകാശിയും UK പ്രധാനമന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചർച്ച നടത്തിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രിയും സംഘർഷത്തിൽ ഏർപ്പെടുത്താൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അരാക്ചി അറിയിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട്. അതേസമയം റഷ്യ US പ്രസിഡന്റ് നേരത്തെ ഈ സംഘർഷ സാഹചര്യം ചർച്ച ചെയ്തതായും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സംഘർഷത്തിൽ നിന്നും ഇറാനും ഇസ്രായേലും പൂർണ്ണമായും പിൻവാങ്ങണമെന്നാണ് യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും ആവശ്യപ്പെടുന്നത്. സമാധാന നയതന്ത്രം പ്രസ്താവിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. സമാധാനാഹ്വാനം നടത്തിയിരുന്നു. മറ്റൊരാളുടെ നിലനിൽപ്പിന് ആരും ഭീഷണിയാകരുതെന്നും മാർപ്പാപ്പ സൂചിപ്പിച്ചിരുന്നു. നിലവിലെ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതാണെന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നു. സംഘർഷം ഒഴിവാക്കി, അതേസമയം ഇന്ത്യയും ഇക്കാര്യത്തിലൊരു നിലപാടെടുത്തിരുന്നു. സംഘർഷം ഒഴിവാക്കി നയതന്ത്രത്തിന് ശ്രമിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയോട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആവശ്യപ്പെട്ടതായും നേരത്തെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. സംഘർഷം ചർച്ചയിലൂടെ അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഇതിനോട് കാണുമെന്ന് പറയുന്ന ഇസ്രായേലിനെതിരായ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രസ്താവനയിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ ഒരു അകലം വലിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സംഘടനയായ യൂറേഷ്യൻ ഇറാനിലെ എണ്ണപ്പാടം ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാന്റെ എല്ലാ മേഖലകളിലും ആക്രമണം നടത്തുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇത്ര വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്.